കുറച്ച് കാലം മുമ്പ് കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കില്ല, അതല്ലെങ്കിൽ അവർക്ക് ടി വി ഓൺ ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളോട്. പക്ഷേ ഇനി ആ കാലം കഴിഞ്ഞു. ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രീ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വന്നിട്ട് ചെറിയ ഗാഡ്ജറ്റ്സ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഫോൺ കൊടുക്കുന്നതിന് ബദൽ അവർ ടി വി കാണിക്കാം. നമ്മളൊരു മൊബൈൽ കയ്യിൽ കൊടുത്ത് കുട്ടീനെ അടക്കിയിരുത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടി എന്താണ് തോന്നുന്നതെന്നും അതെന്താണ് കാണുന്നതെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും നമുക്കറിയില്ല. അല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കാണാൻ പാടില്ല, ടി വി കാണാൻ പാടില്ല, ഗാഡ്ജറ്റ്സ് കാണാൻ പാടില്ല എന്നുള്ള കാലം കഴിഞ്ഞു. ഈ ചെറിയ കുട്ടികൾക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ വളരെ ഈസി ആയിട്ടാണ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ ഗാഡ്ജറ്റ്സ്, സോഷ്യൽ മീഡിയ അതൊന്നും നമുക്കിനി ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ച് കാലം മുമ്പ് കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കില്ല, അതല്ലെങ്കിൽ അവർക്ക് ടി വി ഓൺ ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളോട്. പക്ഷേ ഇനി ആ കാലം കഴിഞ്ഞു. നമുക്ക് വി കനോട്ട് അവോയ്ഡ് ദിസ് ഈസ് എ റിയാലിറ്റി. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ സ്മാർട്ടായിട്ട് ജീവിക്കണം എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കാണാൻ പാടില്ല, ടി വി കാണാൻ പാടില്ല, ഗാഡ്ജറ്റ്സ് കാണാൻ പാടില്ല എന്നുള്ള കാലം കഴിഞ്ഞു. ഇനി ഒരു പാരൻസിനും അങ്ങനെ ഇവരെ ഇതൊന്നും കാണിക്കാതെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കുള്ള മാർഗ്ഗം എന്താണ്? നമ്മൾ അതിനെ കുറച്ചും കൂടി സ്മാർട്ടായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനുള്ള. അതിനെനിക്ക് ഏറ്റവും നമ്പർ 1 സജഷൻ എനിക്ക് എന്താ പറയാനുള്ളത് അറിയാം? ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രീ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വന്നിട്ട് ചെറിയ ഗാഡ്ജറ്റ്സ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഫോൺ കൊടുക്കുന്നതിന് ബദൽ അവർ ടി വി കാണിക്കാം. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്വിക്കായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് റീൽ ഇങ്ങനെ അവർക്ക് മാറ്റി മാറ്റി കളിക്കാൻ പറ്റും. അതൊരുപാട് ഒരു ബ്രെയിൻ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നേരെ മറിച്ച് അതേ സമയത്ത് കുട്ടിക്ക് നിങ്ങൾ നല്ലൊരു കാർട്ടൂൺ, ഈ വലിയ ഗാഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താണെന്ന് അറിയാം? ഉമ്മമാർ അവിടെ എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കുട്ടി എന്താണ് കേൾക്കുന്നത്, കാണുന്നത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ വി നീഡ് നോട്ട് സിറ്റ് വിത്ത് കുട്ടിയുടെ കൂടെ ഇരുന്ന് നമ്മൾ കാണുന്ന നിർബന്ധമല്ല. ഉമ്മക്ക് ഉമ്മൻ്റെ ജോലി ചെയ്യുക, അതേ സമയത്ത് കുട്ടീൻ്റെ സൗണ്ട് നമ്മൾ ആ ടി വിയിൽ എന്താണോ കേൾക്കുന്നത് അതും ഇൻഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഒരു ഫോളോ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു മൊബൈൽ കയ്യിൽ കൊടുത്ത് കുട്ടീനെ അടക്കിയിരുത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടി എന്താണ് തോന്നുന്നതെന്നും അതെന്താണ് കാണുന്നതെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പോയിന്റ് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തായാലും ഇത് വിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് നമ്മളൊരു പോസിറ്റീവായിട്ട് ഈ രീതിയിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരൻസ് വളരെ നല്ല രീതിയിൽ കുട്ടിയുടെ കൂടെ വളർച്ച നോക്കിയിട്ട് കുട്ടിക്ക് ഓരോരോ പ്രായത്തിൽ എന്ത് കാണണമെന്ന്, ഒരു ഉദാഹരണത്തിനാണ് ഇപ്പോൾ നല്ല നല്ല കാർട്ടൂണുകൾ ഇപ്പോഴും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ നിങ്ങൾ വേറെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ കുട്ടികൾക്ക് ലാംഗ്വേജ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതല്ലെങ്കിൽ ഒരു ഹിന്ദി ലാംഗ്വേജ്. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കും അത്യാവശ്യം നന്നായിട്ട് ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അത് വില്ലേജ് എന്നോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലാംഗ്വേജിൻ്റെ സ്കില്ല് ബെറ്റർ ആയിട്ട്. അതെന്തുകൊണ്ടാണ്? ഈ ഗാഡ്ജറ്റിൽ കൂടി വരുന്നതാണ്. എന്തിനു പറയുന്നു, ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഒരു സ്ലാങ് പോലും, ഒരു അമേരിക്കൻ സ്ലാങ് ആയിക്കോട്ടെ, യൂറോപ്യൻ സ്ലാങ് ആയിക്കോട്ടെ, ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അവർ ഈ ടി വിയിൽ കൂടി ഇതിൽ കൂടി കാണുന്നതുകൊണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോസിറ്റീവ് വശം പറഞ്ഞത് മാത്രം. അത് തീർച്ചയായിട്ടും ഇവരെ വന്നിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കഴിയുന്നത്ര എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പാരൻസ് എന്ന നിലയിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം.